കെപിസിസി നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ അസഭ്യവർഷം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. നേരത്തെ വി.ടി. ബൽറാമിനെ പരസ്യമായി വിമർശിച്ച് സി.വി. ബാലചന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. വിവാദം രൂക്ഷമായതിനിടയിലാണ് ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം പങ്കുവച്ച യൂത്ത് കോൺഗ്രസ് ഭാരവാഹിക്ക് നേരെയുള്ള സൈബർ ആക്രമണം. വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നു പാലക്കാട് നിന്ന്. അജിത്ത്, ആരാണ് ഈ സൈബർ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്? ലക്ഷ്മി പത്മ, നമ്മൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടാണ് തൃത്താലയിൽ കോൺഗ്രസിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നേതൃത്വം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് പൂർണ്ണമായും പ്രവർത്തകർക്കിടയിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ നേരത്തെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി കൂടി, സംസ്ഥാന ഭാരവാഹി കൂടിയായിട്ടുള്ള സുബ്രഹ്മണ്യൻ നേരത്തെ ഈ വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഫോട്ടോ പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ അടിയിലാണ് അസഭ്യമായിട്ടുള്ള കമൻറ്റുകൾ ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ കമൻ്റ് ഇട്ട നിസാർ എന്ന് പറയുന്ന ആൾക്കെതിരെ പാർട്ടിക്കുള്ളിലും അതോടൊപ്പം തന്നെ പോലീസിലും പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ തൃത്താല പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ വിവിധ നേതാക്കൾക്കൊപ്പം നിസാർ ഇത്തരത്തിൽ നിൽക്കുന്ന ചിത്രം കൂടി ഈ വിഭാഗം പുറത്തുവിടുന്നുണ്ട്. ആ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുകയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ കൂടി തൃത്താലയിലെ പ്രശ്നം ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുകയാണ്. എന്നാൽ പാർട്ടി നേതൃത്വം നേതാക്കൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇനി ഉണ്ടാവരുതെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃത്താല തിരിച്ചു പിടിക്കാൻ കഴിയുന്ന മണ്ഡലമാണെന്നും അതുകൊണ്ട് ഒരു തരത്തിലുള്ള തങ്ങളുടെ ഭാഗത്തെ പ്രശ്നം കൊണ്ട് ഈ മണ്ഡലം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുതെന്നും ഇരു നേതാക്കൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇത് പൂർണ്ണമായും അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കമൻറ്റുകളോടെ വീണ്ടും തൃത്താലയിലെ പ്രശ്നങ്ങൾ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ലക്ഷ്മി പത്മ, തൃത്താലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല, കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.